ഇതെന്തിനാ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മന്നാക്കുടി അല്ലേ, ഇടുക്കിയിൽ മന്നാക്കുടി വലിയ തോവാള എന്ന് പറയുന്ന സ്ഥലം, മന്നാക്കുടിയിൽ ഒരു ടണലുണ്ട്. അതായത് 5 രൂപ ടണലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടണലിന്റെ വിഷ്വൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു വഴിയൊക്കെ കാണിച്ചു തരാം. ഭാഗത്ത് വരുന്ന വെള്ളം ഇടുക്കി ഡാമിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് ഈ ഭാഗത്തേക്ക് ടണൽ കൊടുത്തിട്ടുണ്ട്. ആ ടണലാണിത്. ഈ വെള്ളം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് ഈ വെള്ളം കൂടെ കൂട്ടി ടണലിൽ കൂടെ 5 രൂപ ടണലിലേക്ക് പോണത്. അപ്പൊ അത് കാണിച്ചു കൊടുത്താൽ ആ ടണലിലൂടെ കാണിക്കാനായിട്ട്. അപ്പൊ ആ കാഴ്ച കണ്ടോ, പോണ വഴി കണ്ടോ, വഴിയിലേക്കുള്ള കാഴ്ചകൾ കാണിക്കാം. ടണലിലേക്ക് പോണ വഴി നോക്കിയോ, അയ്യോ ഭംഗിയുണ്ട്. വെയിലില്ലാത്ത ടൈമിലാണെങ്കിൽ കുറച്ചൊരു ഭംഗിയാണ്. ഈ ഒരു വഴിയും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തത്. ഈ ടണല് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോണേന്ന്, ഇതിന് മുന്നേ കണ്ടിട്ടില്ല. വഴി ഓഫ് റോഡ്, വീണ്ടും ഓഫ് റോഡ്. ഞങ്ങളെയും ചുമന്നും കൊണ്ട് ഇവൻ 2 ദിവസമായി നടക്കണം നമ്മുടെ ബുള്ളറ്റ്, ഒന്നും പറയാനില്ല. വഴി നോക്കി നടന്നു പോകണം. വേണ്ട പോട്ടെ. ഇത് കുഴപ്പമില്ല. ഇത് സർവീസാണ്, ഒരേ ലെവലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ബുള്ളറ്റിന് അടിയിടിക്കുക. യമയൊക്കെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പറ്റിയല്ലേ? അതെ, അടിപൊളി. നമുക്ക് ആരുമില്ല. ഈ ടണൽ ആർക്കും അറിയില്ല, അതാണ് വേറെ സംഭവം അല്ലേ. വണ്ടി ഇവിടെ തന്നെ ഇരിക്കും. കണ്ടാ മോനെ, ആകാശത്തിൻ്റെ താഴെയുള്ള കാഴ്ച നിങ്ങൾ കണ്ട. മറ്റൊരു ടണൽ, മന്നാക്കുടി ടണലാണ്. എർട്ടിയാർ ടണൽ അപ്പുറത്തുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇത് നെടുങ്കണ്ടം ഭാഗത്തുള്ള വെള്ളം ഇടുക്കി ഡാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ടണലാണ്. ഈ നെടുങ്കണ്ടം ഭാഗത്ത് വരുന്ന വെള്ളം നേരെ ഒഴുകിയിട്ട് നേരെ എർട്ടിയാർ ഭാഗത്തേക്ക് ചെല്ലും. എർട്ടിയാർ ഡാമുണ്ട് അവിടെ. എർട്ടിയാർ നമ്മൾ നേരത്തെ കണ്ട ഡാം. ആ ഡാമിൽ ഈ ഡാം തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിൻ്റെ മറുസൈഡ് നേരെ 5 ഉരുളി വഴി അല്ല, ആ ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ വെള്ളമാണ് ഒരു ടണലിൽ കൂടെ 5 ഉരുളി ടണലിൽ കൂടെ നേരെ ഡാമിലോട്ട് പോകുന്നത്, ഇടുക്കി ഡാമിലോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഇത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പദ്ധതി പ്രദേശമാണിത്, ഡാമുമായിട്ട് ബന്ധപ്പെട്ട് പദ്ധതി പ്രദേശമാണ്. പദ്ധതി പ്രദേശത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ നേരെ ഡാമിലോട്ടാണ് വരുന്നത്. ആ സിസ്റ്റത്തിൽ ചെയ്തേക്കുന്ന സംവിധാനമാണത്. അടിപൊളി. നമുക്ക് വിശദമായിട്ട് ജിജു വള്ളാറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഒറ്റക്ക് വരികയെ അവിടെ നിന്ന് ആരെങ്കിലും വന്നാൽ ഇതൊന്നും എനിക്ക് കിട്ടൂലായിരുന്നു. ജിജു വള്ളാറിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്നാക്കുടി ടണൽ കണ്ടല്ല, ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല, പുറത്തുള്ളവരല്ല പുറത്തുള്ളവർ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ജിജു വള്ളാറിനാണ് എനിക്കിത് കാണാൻ പറ്റിയത്. എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം വന്നത്, വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ പറ്റില്ല. 5 ഉരുളി ടണൽ അല്ലാണ്ട് വേറൊരു സാധനം. ഇനി എർട്ടിയാർ ടണൽ അതോടെ കാണിക്കാം. അതൊന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ മുന്നേ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം വരും കേട്ടോ. 5 ഉരുളിലേക്ക് പോണ എർട്ടിയാറിന്റെ ടണലുണ്ട്. അതിന്റെ എൻട്രൻസും വെള്ളം കയറി പോണ ഭാഗങ്ങളെല്ലാം കാണിക്കാൻ പോകണം. അതെല്ലാം കാണിച്ചതിന് ശേഷമേ 5 ഉരുളി ടണൽ കാണിക്കുള്ളൂ. അതെ, അതിന് ശേഷം 2 സൈഡും വെള്ളം കയറി പോണതും വെള്ളം ഇറങ്ങി പോകണം. ഓക്കെ, നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കിക്കാർ, കാരണം ഇടുക്കിയിൽ വന്നിട്ട് ഞാൻ ഇത് ചെയ്തെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സംഭവം എനിക്ക് എടുക്കാനുണ്ട്. ഞാൻ ഇനിയും വരുന്നതാണ്. ഇടുക്കിൻ്റെ ഒരു എന്താ പറയുക, ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളിൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണതിൽ ഒരു സ്ഥലത്തിലൊന്നാണ്. നല്ല അടിപൊളിയാണ്. ഇനിയും വരും. അപ്പോൾ ഈ പറഞ്ഞാലൊന്ന് ചാനലൊക്കെ ഫോളോ ചെയ്തിട്ടേക്കാൻ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് അങ്ങ് പോണേട്ടാ. വീഡിയോ അവസാനിക്കാനുള്ള പുറകെ വരും. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ.